ഹായ് കൂട്ടുകാരെ, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇത് ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിയ തൈ കൊണ്ട് ഞാൻ പാകി വെച്ചിരുന്ന് കിളിപ്പിച്ച് മാറ്റി വെച്ച തൈയുണ്ട്. ചീരയുടേത് ഞാൻ ചീര വിത്ത് വാങ്ങിച്ച് പാകിയതാണ്. അത് മാറ്റി വെച്ചില്ല, മാറ്റി വയ്ക്കാനായി വരുന്നതേ ഉള്ളൂ. ഇത് ഞാൻ കുമ്മായമായിട്ട് ട്രീറ്റ് ചെയ്തിട്ടിരിക്കുന്ന മണ്ണാണ്. ഇങ്ങനെ ഞാൻ മണ്ണിട്ടിരുന്നിട്ടാണ് ഗ്രോ ബാഗിൽ മണ്ണിനെ നിറച്ചാണ് ചെടി മാറ്റി വയ്ക്കുമ്പോൾ എടുക്കുന്നത്. 10 ദിവസമെങ്കിലും നമ്മൾ കുമ്മായമായിട്ട് ട്രീറ്റ് ചെയ്ത് മണ്ണ് ഇട്ടിരിക്കണം. 10 ദിവസമെങ്കിലും കഴിഞ്ഞ് വേണം എടുക്കാൻ. അപ്പോൾ ഇവരെയൊക്കെ മാറ്റി നട്ടിട്ട് ഒരുപാട് ദിവസമായി, 20 ദിവസമായി. ഇത് മണിത്തക്കാളി, അതിൻ്റെ വിത്ത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച് പാവി കിളിപ്പിച്ചിട്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പം അതിന് ഞാൻ വളം കൊടുക്കുന്നതെന്ന് പറയുന്നത് ഒരു ചെടിച്ചട്ടിയുടെ മണ്ണിയാണ് എടുത്തിട്ട് അതിന് ഈ മണ്ണിളക്കുന്ന സ്പൂണിന് ഒരു 1/2 സ്പൂണ് എല്ലുപൊടി, 1/4 സ്പൂൺ, അതിന് 1/4 സ്പൂണ് വേപ്പിൻ പിണ്ണാക്ക്, ഇത് രണ്ടുമാണ് എടുത്തിട്ട് പിന്നെ നമ്മളെ വീട്ടിലെ പച്ചക്കറിയും ഇതും കൂടെ എല്ലാം ഇട്ട് പൊടിഞ്ഞ ആ പൊടി എൻ്റെ അടുക്കലുണ്ട്. അതും കൂടെ കുറച്ചിട്ടാണ് ശകലം അതും കൂടെ ഇട്ട് ഇളക്കിയിട്ടാണ് എല്ലാത്തിൻ്റെ വീട്ടിലും 2-3 സ്പൂൺ ഈ സ്പൂണ് ഈ മണ്ണിളക്കുന്ന കോരിയുണ്ടല്ലേ അതിന് 2-3 എണ്ണം 4 വശം ഇട്ട് കൊടുത്തിട്ട് ഉറപ്പായിട്ടും കരിയില പുതയിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ മഴവെള്ളം വീണ് മണ്ണുറഞ്ഞു പോയാൽ ചെടി അങ്ങ് നശിച്ചു പോവും, കായ്ഫലം ഇല്ലാതെ ചെടിയായിപ്പോവും. ഈ വെണ്ട ഞാൻ പാകിയതിലത് മാറ്റി വെച്ചതാണ്, കുഞ്ഞു വെണ്ടയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്.